ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കല്യാണ വ്ളോഗാണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കല്യാണമാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ കല്യാണ വ്ളോഗാണ്. അപ്പോൾ നമ്മളിതാ മാറ്റി ഒരുങ്ങിങ്ങാണ്ട് ഒരുങ്ങിയിട്ടില്ല കേട്ടോ, മാറ്റി നമ്മൾ ബസ്സൊക്കെ പിടിച്ച് നമ്മളിതാ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അനിയം കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇതിൽ നല്ലൊരു സർപ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഇത് ചെറിയ അനിയനാണ് കേട്ടോ, വാവയാണ്. അപ്പോൾ വാവ വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ നമ്മളാകെ വണ്ടറടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ കഥാനായകനിങ് ആഗതനായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ നമ്മൾ സർപ്രൈസറായ പോലെ തന്നെ മറ്റുള്ളവരും കൂടെ സർപ്രൈസ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലേ? അടുക്കളയിൽ കൂടെ ചെല്ലേ ആദ്യം താത്തല്ലേ ഇവിടെ അസ്സലാമു ഇല്ല മളെ, ഞങ്ങളൊക്കെ ബസ്സിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളതിന് വലിയ സങ്കടത്തില് ഇതില് കൂടാൻ കൂടിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയിൽ വോയിസ് ഓവറും കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ അതിലത്തെ വോയിസൊക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 15-ാം തീയതി വരും, 16-ാം തീയതിയാണ് 15-ാം തീയതി അവിടുന്ന് പോരും, 16-ാം തീയതി ഇവിടെ എത്തുന്നതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സർപ്രൈസ്ഡ് ആയിട്ട് അവന് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ 2 ദിവസത്തെ കല്യാണമായിരുന്നു, ശനി ഞായറും. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞില്ലേ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്ന് പറയുന്നിട്ടില്ലേ, അതായിരുന്നു ഓൻ കല്യാണത്തിന് കൂടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. കാരണം ഓനും എളാപ്പാൻ്റെ മോനും ചെറുപ്പം മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ഓൻ്റെ കല്യാണത്തിന് ഇവൻ കൂടില്ല അറിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ വന്നേക്കന്നെ ഞങ്ങൾ പെട്ടിയൊക്കെ പൊളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓന് ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ എന്താ പറയുക പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് അങ്ങനെ എന്തോ പേരില്ലേ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് പൊട്ടിച്ചിങ്ങാണ്ട് അതൊക്കെ നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി കല്യാണ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ അതിനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കും. ഇതെന്റെ ഇളയവയാണ്, പക്ഷെ അങ്ങനെ ഒരു അഹങ്കാരം തോൽക്കില്ല. ഇതെന്റെ ചെറിയ അനിയത്തി, ഇത്രേ ചെറിയൊരു അനിയത്തി എനിക്ക് മാത്രമേ ഉള്ളൂ. എന്താ എക്സല് ഏറ്റവും വലുതാണ്, അത് ലാർജ് എടുക്കണം. ഇതാണ് എൻ്റെ ഗൾഫിലുള്ള ആങ്ങള. നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ അക്കൗണ്ടിൽ കോണ്ടാക്ട് ചെയ്യുക. ചെറുപ്പക്കാരനായ എളാപ്പ, ഏറ്റവും ചെറുപ്പക്കാരനായ എളാപ്പ ജോഡിയാണ് ഇത്. വലിയ മാച്ചൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കട്ടെ. അന്നെല്ലാം എടുക്കണേ. ഞങ്ങള് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ സൗന്ദര്യം അല്ലേ പയ്യെ. അതൊന്നും ആർക്കും കൊടുക്കാറില്ല. ഓൽക്കൊന്നും വലിയ താല്പര്യമല്ലോ, ഓലെ മുഖം കണ്ടറിയാ. അടാ കുട്ടികളെ മുഖം ആരേലും ചോദിച്ചുമ്പോ കാണിച്ചു കൊടുക്കാന്. സത്യത്തിൽ പറ ലാസ്റ്റ് എത്ര ഇമ്മ ഇല്ല വില കളയരുത്, വില അങ്ങനെ നമ്മൾ അവിടുത്തെ കലാപരിപാടികളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മളിതാ ബസ്സിലാണ് കേട്ടോ. കുറേ ആൾക്കാർ ബസ്സിൽ, കുറേ ആൾക്കാർ കാറിൽ അങ്ങനെയൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലല്ല, അവരുടെ കല്യാണം ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പെണ്ണിനെ അവിടുന്ന് കൊണ്ടുവരും, എന്നിട്ട് നാളെയാണ് നമ്മളുടെ വീട്ടിലത്തെ ഫങ്ഷൻ കേട്ടോ. അപ്പോൾ ആ പെണ്ണിൻ്റെ അവിടെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞാൻ കുറച്ച് വോയിസ് കേൾപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ വോയിസ് കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കുകയെന്ന് കേട്ടോ. അപ്പോൾ അനിയന് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളാകെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാകും കേട്ടോ. ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ സോഫയിൽ ഇങ്ങനെ ഇരിക്കണ്.
നമ്മളാകെ വണ്ടറടിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ. ഓനെ കണ്ടിട്ട് എല്ലാവരും സർപ്രൈസ് ആവുന്നുണ്ട്. കാരണം ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, വന്നത് നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണത്തിൽ നിന്ന് ഓരോരുത്തർ കാണുമ്പോൾ ഇവനെപ്പോഴേ വന്ന് പറഞ്ഞങ്ങാണ്ട് എല്ലാവരും പോയിങ്ങാണ്ട് ഓനോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. ഓൻ വരുന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ചോദിച്ചിരുന്നു ഓൻ കല്യാണത്തിന് എത്തൂലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓൻ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ വരെ വിട്ട് തന്നിട്ടുണ്ടാകും കേട്ടോ. 16-ാം തീയതി വരുന്നതെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൻ പരമാവധി ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ. ഒരു 3 ആൺകുട്ടികളാണ് കേട്ടോ. കല്യാണ ചെക്കൻ്റെ അളാപ്പാക്ക് ഇതാണ് എന്റെ വലിയ അമ്മായി. എനിക്കതിന് അഹങ്കാരമൊന്നുമില്ല. നമ്മളാണ് ഓരോ പെങ്ങന്മാർ. ആ ഒരു സ്ഥാനത്ത് നിന്നുങ്ങാണ്ട് എല്ലാതും ചെയ്യലും കാര്യങ്ങളും ഒക്കെ നമ്മളാണ് കേട്ടോ. കാരണം അവിടെ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് അവിടുത്തെ പെൺകുട്ടികളും കൂടെ നമ്മളാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലത്തെയും അവിടുത്തെയും ഒക്കെ പെൺകുട്ടികൾ നമ്മളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അനിയനെ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വീഡിയോയിൽ കാണിച്ചു തരേണ്ടതെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഒരനിയനിതാ. ഇവർ കല്യാണ ചെക്കൻ്റെ അനിയനാണ്. ആ വൈറ്റ് ഷർട്ടും ക്രീം കളർ പാൻറ്റും ഇട്ടിട്ട് അവൻ്റെ നേരെ ബാക്കിൽ നിൽക്കണുണ്ടല്ലേ അത്. പിന്നെ ഒന്ന് ആ വൈറ്റ് ഷർട്ടിൻ്റെ ബാക്കിൽ നിൽക്കണ ബ്ലാക്ക് ഷർട്ട് ഒരനിയൻ കേട്ടോ. ഈ എന്താ പറയുക വലതുഭാഗത്ത് നിൽക്കണ വൈറ്റ് ഷൂവും ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടത് എൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതാ ഫൈനലി ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളെ സ്റ്റേജിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. എനിക്ക് അങ്ങനെ എല്ലാതൊന്നും ഷൂട്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളുടെ വീട്ടിലത്തെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാൻ അതിനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ പറ്റുന്ന ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി കേട്ടോ. അവൻ വന്നപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ്. എന്നിട്ട് പിന്നെ അവൻ പോയി 2 വർഷത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ നമ്മൾ മഹറൊക്കെ അപ്പോൾ നമ്മളാണ് കേട്ടോ അതൊക്കെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുങ്ങാണ്ട് ഓനെ അത് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ മന്തി പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കാറിൽ പോയവരാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ വരിക്ക് വരുന്നത് ചെക്കന്മാരൊക്കെ അങ്ങോട്ട് കാറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഓരൊക്കെ ഇങ്ങോട്ട് ബസ്സിൽ എന്തിനാണെന്നറിയോ? ആടിയും പാടിയും പോരാൻ വേണ്ടിയിട്ട്, ഡാൻസ് കളിച്ച് പോരാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്നൊക്കെ എൻ്റെ അമ്മായിയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരം ഓൾക്കില്ല എന്ന് പറഞ്ഞില്ലേ. എൻ്റെ അനിയന്, എൻ്റെ ഉപ്പ ആണോ എല്ലാവരും കണ്ടോ. ഇത് എൻ്റെ വലിയ അനിയൻ കേട്ടോ. ഇതിൻ്റെ ഉപ്പ, അതിൻ്റെ ബാക്കിൽ വരുന്ന ഇതിൻ്റെ ചെറിയ അനിയന്, പിന്നെ ഇത് കല്യാണ ചെക്കൻ്റെ അനിയന് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത് എല്ലാവരും പൊളി ഫാമിലിയാണ് കേട്ടോ. വലുതും ചെറുതും ഒക്കെ ഒരേ വൈബാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമില്ല. നിങ്ങളുടെ ഡയലോഗുകളൊന്ന് കണ്ടു കേട്ടോ. കാറിലുള്ള ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു. ഞങ്ങള് വന്നപ്പോൾ ബസ്സിന്റെ രസം മനസ്സിലായി. അല്ലേ ഇപ്പൊ മനസ്സിലായില്ല അയച്ചമ്മായി എന്റെ ശരിക്കും പോകേതാണ്. ഞങ്ങൾ ആദ്യം ബസ്സിന് രസം കിട്ടിയത് പോയിട്ട് അങ്ങനെ നമ്മൾ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായികളാണ് അല്ലെങ്കിൽ ഇളാപ്പാരാണ് അങ്ങനത്തെ യാതൊരു ഇതും അവിടെ ഇല്ല കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിലില്ല. നമ്മളെല്ലാവരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയിട്ടും കളിയാക്കിയിട്ടും ട്രോളിയിട്ടും അങ്ങനെയാണ് കേട്ടോ നമ്മളുടെ ഒരു ഇത്. അതാണ് കുറച്ച് വോയിസ് കൊടുക്കാൻ പറ്റാത്തടത്ത് വോയിസ് കട്ടാക്കിയിട്ട് ഞാൻ പറയണത്. മൊത്തത്തിലെടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരുടെയും വോയിസ് കേൾക്കുമ്പോൾ നല്ല രസമാണ് വർത്തമാനത്തിൽ. ഇനിയിപ്പോൾ പെണ്ണിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ കൂടെ ഒരു 5-6 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരൊക്കെ നാളെ നമ്മളുടെ ഫംഗ്ഷൻക്കാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 5-6 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ചായയും അതുപോലെ തന്നെ ബേക്കറിയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് പ്ലേറ്റ് ആക്കാൻ കേട്ടോ. നമ്മൾ നാത്തുമാരല്ലേ, അപ്പോൾ നമ്മൾ നാത്തുമാർ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നാത്തുമാരും അതുപോലെ തന്നെ അമ്മായിമാരും എല്ലാവരും കൂടെ നാളെ ഒരു വീഡിയോ
വീഡിയോയിൽ ഞാൻ അമ്മായിനെ ഓള് എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞിട്ടാണ് അമ്മായിനെയാണ് ഓള് എന്ന് പറയുന്നത്. നമ്മളെ അമ്മായികളെ അളാപ്പാരെയൊക്കെ ഓന് ഓള് അല്ലെങ്കിൽ ഇജ്ജ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആ ഒരു ലെവലിലാണ്. അവർക്ക് അതൊരു ബഹുമാനക്കുറവായിട്ടൊന്നും ഫീൽ ആവില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതൽക്ക് അങ്ങനെ കട്ട കമ്പനി ആയിട്ട് ഇപ്പോഴും അതേപോലെ തന്നെയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ലെവലിലാണ് കേട്ടോ. ഭയങ്കര റെസ്പെക്റ്റ് കൊടുത്ത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഈ ബസ്സിൽ തിരിച്ച് ഇവിടേക്ക് വന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് പൂരപ്പറമ്പിലായിരുന്നു എന്ന് വിചാരിക്കും കേട്ടോ. ആ രീതിയിലായിരുന്നു നമ്മൾ അടിച്ച് പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം കല്യാണ തലേദിവസം നമ്മളുടെ ഇവിടെ ഫംഗ്ഷൻ ആണല്ലോ. നമ്മളുടെ കല്യാണ തലേദിവസം ആണ് ഇന്ന് കേട്ടോ. ശനിയാഴ്ച അവരുടെ കല്യാണമായിരുന്നു, ഞായറാഴ്ച അല്ലേ നമ്മളെ കല്യാണം. അപ്പോൾ ശനിയാഴ്ച രാത്രി നമ്മളുടെ കല്യാണ തലേദിവസം. അപ്പോൾ ഇതാണ് കേട്ടോ വീട്, കല്യാണ വീട്. അപ്പൊ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. അന്റെ വക കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. അന്റെ വക ഇപ്രാവശ്യത്തെ ടൂറ് അല്ലാത്തമോ തത്ത. അപ്പൊ ഇവന്റിന്റെ ഒക്കെ കഴിഞ്ഞാ ഇനിയിപ്പോ ഈ 10,000 കിട്ടി പറഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഏയ് അതൊക്കെ നമ്മുടെ സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകില്ലേ? അങ്ങനെ ഇപ്പൊ എന്തൊക്കെ ബിസിനസ്, ക്യാമറ, ഇവന്റ് ഞാൻ സ്റ്റേജ് ഉണ്ട് മോഡലുകൾ വിടുകയായിരുന്നു. ജോല മോഡൽ വെച്ചുവിട്ടാ പറയാ. ഇവര് മോഡൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ആൾക്കാർ ആഗ്രഹം ഉണ്ടാവില്ല. ഇങ്ങനെ അത് ഒരിക്കലും ഇല്ല. നിങ്ങളെ ഓരോ മോഡൽ ഇട്ട് കൊടുത്താലേ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ കൊടുക്കണേ. ആ അത് ഏത് സംഗതി ആയാലും ഇപ്പൊക്കെ കണ്ടോ നമ്മളിങ്ങനെ ചോദിക്കും വർക്ക് വേണം പറയാൻ നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് അതിന് റെഫറൻസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണേക്കാരോ ഓൽദേ. കസ്റ്റമൈസ് റെഫറൻസ് ഉണ്ടോ ഇല്ലാതെ കുട്ടി രണ്ടെണ്ണം ഇവിടെ ആദ്യമൊക്കെ തലവേദന ഉണ്ട് തരാം. എന്റെ കുട്ടിക്ക് ഒരു പൊട്ട് മതി. പിന്നെ ഒരു പൊട്ട് കൊടുക്കും. ഒന്നങ്ങനെ ഇല്ലേ മന്തി മുഖ്യം ബിഗില് അങ്ങാടിപ്പുറത്ത് നിന്നിട്ട് ആ ബൈപ്പാസ് ആ തുടങ്ങണ അതുവരെയുള്ള ഏത് കടയിൽ അത് കേറാതെ അതന്നെ പ്രശ്നം. എന്റെ ബിസിനസ് പാർട്ട്നേഴ്സും അങ്ങനെയാണ് രണ്ടാളും. പെരിന്തൽമണ്ണ ഏത് ഫുഡ് സ്പോട്ട് ഉണ്ടോ എന്നുള്ളത് തത്താനോട് ചോദിച്ചാൽ മതി. ഇപ്പൊ മക്കനട്ടോ അവള് ഫേമസ് ആവട്ടെ എന്തിനാ തകർക്കണത്? അതിനൊന്നും കുഴപ്പമില്ല, അതിനൊക്കെ കുഴപ്പമില്ല. പിന്നെ തലേ ദിവസത്തെ പരിപാടി അത് അതിഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡാൻസ് കളിച്ചിട്ടും ആടിത്തിമിർത്തിട്ടു അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ദാ ഇതെൻ്റെ എളാപ്പയാണ്, അത് എൻ്റെ ഒരു എളാപ്പയാണ്, ഉപ്പാൻ്റെ കസിന് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഒരു എളാപ്പയാണ്. അപ്പം അങ്ങനെ നമ്മൾ കല്യാണ തലേദിവസം നമ്മൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഞായറാഴ്ചത്തെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഞായറാഴ്ചക്കത്തെ കോസ്റ്റ്യൂം ഓഫ് ദ ഡേ എന്ന് പറയല്. മൊത്തം റോസാണ് കേട്ടോ, റോസ് കളറിലുള്ള ഡ്രസ്സാണ്. ഇവാക്കും അയനക്കുട്ടിക്കും ഒരേപോലത്തെ വൈറ്റ് ഉടുപ്പെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്കു ഒരു മെറൂൺ കളറ് ഷർട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് വിടുകയെന്ന് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ടുള്ളത് പിന്നെ ഞാൻ അങ്ങനെ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ വീട്ടിലത്തെ കല്യാണമല്ലേ, നമ്മൾ ആഘോഷിക്കേണ്ടടുത്ത് ആഘോഷിക്കണം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ക്യാമറ ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ എടുത്തിട്ടുണ്ടാകുന്നില്ല. ചെന്നൈക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. പിന്നെ ഫുഡ് ബിരിയാണിയും സുർബിയാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടിയിരിക്കണമെന്ന് അറിയില്ല. കാരണം കുറച്ച് ഞാൻ വോയിസ് കൊടുക്കലും പിന്നെ കുറച്ചായിട്ട് വോയിസ് ഞാൻ എന്താണോ നമ്മളുടെ ഇടയിലുള്ള ആ ഒരു ചില്ലപ്പും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. അതൊരു രസമല്ലേ, അപ്പോൾ അങ്ങനെ ആക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ആക്കുക. എന്താ പറയുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഒരു അമ്മായിയാണ് കേട്ടോ ഇത്. പിന്നെ അതേമാതിരി എൻ്റെ മൂത്തപ്പൻ്റെ മോനാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ എല്ലാവരും വീഡിയോസിൽ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോസിൽ ഞാൻ ഓരോരുത്തരായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.